ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന ഷീല സണ്ണി 72 ദിവസം അവർ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അവരുടെ ബാഗിലും അവർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറിലും LSD സ്റ്റാമ്പ് എന്ന പേരിൽ കുറേ കടലാസ് കഷ്ണങ്ങൾ കൊണ്ടുവന്ന് വെച്ച് ആരോ ഒറ്റുകൊടുക്കുകയും അതിനെ തുടർന്ന് എക്സൈസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ഇത് LSD സ്റ്റാമ്പ് ആണോ എന്ന് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് അവരെ അറസ്റ്റ് ഉണ്ടാവുകയും അവരെ ജയിലിലടക്കുകയും ചെയ്തു. അതിനുശേഷം പരിശോധനാ ഫലം വരികയും ഇത് LSD സ്റ്റാമ്പ് അല്ല, വെറും കടലാസ് കഷ്ണങ്ങളാണെന്ന് തെളിയുകയും ചെയ്തു. അവർ ജാമ്യത്തിലിറങ്ങി മുഖ്യമന്ത്രിക്കും ബാക്കി അധികാരികൾക്കും ഒക്കെ പരാതി കൊടുത്തു. ഇത് ആരാണ് ചെയ്തത്, എന്നെ കൊടുക്കാൻ വേണ്ടി ആര് ചെയ്തു, എങ്ങനെ ചെയ്തു, ഞാൻ നിരപരാധിയാണ്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവും മരുമകനും പരാതി കൊടുക്കുകയും അതിനെ തുടർന്നുള്ള അന്വേഷണം നടന്നു വരികയായിരുന്നു. ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇപ്പോഴാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നാരായണദാസ് എന്ന് പറയുന്ന ഒരാളെ പിടികൂടിയിരിക്കുന്നത്. ഈ നാരായണദാസ് ഈ ഷീല സണ്ണിയുടെ മരുമകളുടെ അനിയത്തിയുടെ ഫ്രണ്ടാണെന്നോ സ്പോൺസറാണെന്നോ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ മരുമകളും അനിയത്തിയും ഈ നാരായണദാസും കൂടി ചേർന്ന ഒരു ഗൂഢാലോചനയാണോ ഈ ഇവരുടെ അറസ്റ്റിനും ഇങ്ങനൊരു കേസിനും ആസ്പദമായത് എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത്. ആദ്യഘട്ടങ്ങളിൽ ഇവർക്ക് മരുമകളെ കുറിച്ചിട്ടോ മരുമകളുടെ അനിയത്തിയെക്കുറിച്ചിട്ടോ ഒന്നും യാതൊരു വിധത്തിലെ പരാതിയോ സംശയങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ജയിലിൽ അകപ്പെട്ട ശേഷമാണ് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനൊരു ചതി വന്നിരിക്കുന്നത്. അപ്പം ആരായിരിക്കാം എന്നുള്ള ചിന്ത അവർക്ക് വന്നത്. കാരണം ഇവർ ഈ ബാഗ് പുറത്തെവിടെയും വെച്ചിട്ടില്ല, പുറത്തെവിടെയും കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിൽ വന്നിട്ട് ആര് ചെയ്യും, പുറത്തുനിന്ന് ആരും വീട്ടിനകത്ത് കയറിയിട്ടില്ല അവനവൻ്റെ ആൾക്കാരല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഒരു സംശയമായിട്ട് ഇവരിലേക്ക് നീണ്ടു. എന്നിട്ടും അവരെ കുടുംബക്കാരിലെ എന്തിനു വേണ്ടി ഇത് ചെയ്തു, ഇവർ ചെയ്യുമോ എന്നുള്ള സംശയങ്ങളൊക്കെ വന്നു. പക്ഷേ ഇപ്പോൾ ഈ മരുമകളുടെ അനിയത്തിയുടെയൊക്കെ പങ്ക് വെളിയിൽ വരുന്ന രീതിയിലാണ് ഈ നാരായണദാസിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ നാരായണദാസ് ഇവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമുള്ള പരിചയമുള്ള ഒരാളല്ല. അപ്പം പിന്നെ അയാൾക്ക് ഇവരോട് വ്യക്തിവിരോധം തോന്നേണ്ട കാര്യമില്ലല്ലോ. അപ്പം അയാളുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആരും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു കേസ് വന്നത്. ഇപ്പോൾ നിലവിൽ എന്താണ് സംഭവിച്ചത്, എന്തിൻ്റെ പേരിലാണ് ഇവർക്കെതിരെ ഇങ്ങനെ കള്ളപ്പരാതി കൊടുക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ജയിലടക്കുകയും ചെയ്തത്, എന്തിൻ്റെ പേരിലാണ്, ഏത് വൈരാഗ്യത്തിൻ്റെ പേരിലാണെന്നുള്ളത് അറിയാനാണ് അവർക്ക് താല്പര്യം. മറ്റുള്ളവർക്കും അത് തന്നെയാണ്. അതിന് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ, ആ വീട്ടമ്മ അവനവൻ്റെ ജീവനോപാധിയായിട്ടൊരു പാർലർ നടത്തുകയാണ്. അപ്പോൾ അവരെന്നെ പറയുന്നുണ്ട് വലിയ വരുമാനമൊന്നുമില്ല, അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞു കൂടുന്നു, ഒരു ചെറിയ റൂമാണ്, ആ റൂമിനുള്ളിലാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ജീവിതം കഴിഞ്ഞു പോകാനുള്ള രീതിയിലുള്ള വരുമാനം കിട്ടിപ്പോകുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. അപ്പോൾ അവരോട് വൈരാഗ്യം തോന്നാൻ മാത്രം അത്ര വലിയ കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർ പറയുന്നു ഒരു തരത്തിലുള്ള വൈരാഗ്യങ്ങളോ വഴക്കുകളോ ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവർ ഇറ്റലിയിലേക്ക് ജോലിക്ക് നല്ല ഒരു ജോബ് ഓപ്ഷൻ വന്നപ്പോൾ പോകാൻ ശ്രമിച്ചു. അത് പക്ഷേ മരുമകൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഇനി അതുകൊണ്ട് ഇറ്റലിയിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ട് ഇവരെങ്ങനെ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണോ, അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വിദേശത്തേക്കൊന്നും പോക്ക് നടക്കില്ലോ, അതിനു വേണ്ടി ഇവർ ചെയ്തതാണോ എന്നുള്ളൊരു സംശയമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്ത് തന്നെയായാലും ഇതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. കാരണം സാധാരണക്കാരിയായിട്ടുള്ള ഒരു പാവം പിടിച്ച വീട്ടമ്മ 72 ദിവസം ജയിൽ ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരിയെ സംബന്ധിച്ചിട്ട് മരണതുല്യമാണ്. അവർ തന്നെ പറയുന്നുണ്ട് എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനെന്ന്. സത്യമാണ്. എത്ര പേർക്ക് ഇങ്ങനെയുള്ളൊരു ഘട്ടം നിരപരാധിയായിട്ടുള്ളൊരു ആൾക്ക് തരണം ചെയ്ത് പോകാൻ കഴിയും എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. അവരുടെ ഒരു മനോബലം കൊണ്ട് മാത്രം, പിന്നെ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് അവരെ പിടിച്ചു നിന്നത്. ഇപ്പോൾ എല്ലാവർക്കും അതിന് കഴിയുന്നില്ല. നാളെ ഇതുപോലെ മറ്റൊരു സ്ത്രീക്ക് സംഭവിച്ചുകൂടാന്നില്ല. നമുക്കറിയാം പുതിയ തരത്തിലുള്ള കേസുകളും കാര്യങ്ങളുമാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ പല രീതിയിലുള്ള കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ മരുമകളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മകനും കൂടി പങ്കാളിയാണോ എന്നുള്ളതും കൂടി അന്വേഷിക്കണം. കാരണം ഈ കേസ് വന്ന സമയത്ത് മകൻ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു, 2 പ്രാവശ്യം പോയി കാണുക സംസാരിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ആ അമ്മയെ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. മകനും അകച്ച കാണിച്ചു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. പക്ഷേ മകനെ ഒരിക്കലും അമ്മ കുറ്റപ്പെടുത്താൻ തയ്യാറാവുന്നില്ല.
അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി, ഇനി എന്ത് പറയാനാ എന്നുള്ളതാണ്. മകൻ്റെ കുറ്റോ കുറവുകളോ മരുമകളുടെ കുറ്റോ കുറവുകളോ ഒന്നും ആ അമ്മ പറയുന്നില്ല. അത്രയും നല്ല മനസ്സിന് ഉടമയായിട്ടുള്ളൊരു സ്ത്രീ. അവർ ഇന്നലെ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാനൊരു നോട്ടം കൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല, എനിക്കാണല്ലോ ഇങ്ങനെ വന്നത്. സത്യമല്ലേ? അവരുടെ ആ വേദന ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും നിഷ്കളങ്കയായിട്ടുള്ള, അത്രയും നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഇത് സംഭവിച്ചത്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇങ്ങനെയൊക്കെ ജയിലിൽ പോയി കിടന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാരും ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവും അല്ലേ? അതിൻ്റെ പേരിലെങ്കിലും നമ്മൾ പല പല ആളുകളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ വീഡിയോ, ദേഷ്യം വരുമ്പോൾ മക്കളെ ആണെങ്കിലും വായി തോന്നുന്നു പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവർക്ക് എന്ത് വേണമെങ്കിലും ആ മകനെയോ മരുമകളെയോ പറയാമായിരുന്നു. പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും അവരെ ആരും വേദനിപ്പിക്കാൻ അവരിപ്പോഴും തയ്യാറാവുന്നില്ല. ആ മനസ്സാണ് ശരിക്കും കാണേണ്ടത്. പക്ഷേ അവർ ക്ഷമിച്ചാലും ദൈവം ക്ഷമിക്കുമോ ആ മകനോട്? ഇത്രയും നല്ലൊരു അമ്മയെ തള്ളിക്കളഞ്ഞ മകനോട് ദൈവം ക്ഷമിക്കുമോ? ഒരിക്കലുമില്ല. ഇത്രയും നല്ലൊരു അമ്മായിയമ്മയെ കിട്ടിയ ആ മരുമകളോട് ദൈവം ക്ഷമിക്കുമോ? ഒരിക്കലും ഇല്ല. അവരതിനെ അനുഭവിക്കും, ഇല്ല എന്നല്ല. എന്നിട്ടും അവർ ഒരു കുറ്റപ്പെടുത്തലൊന്നും ചെയ്യുന്നില്ല. എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന് അറിയണം എന്നതാണ്. അത് അവരെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അത് പൊതുജനത്തിൻ്റെയും ന്യായമായിട്ടുള്ള ആവശ്യം. എന്തിനു വേണ്ടി, എന്ത് വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇവരോട് ഇങ്ങനെ ഒരു കൊടും ക്രൂരത, ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത കൊടും ക്രൂരത ചെയ്തത് എന്ന് അറിയണം. അപ്പോൾ ഈ ബാംഗ്ലൂർ കണക്ഷൻ, ബാംഗ്ലൂരിൽ നിന്നാണ് ഈ മയക്കുമരുന്നൊക്കെ കിട്ടുക എന്ന് അറിഞ്ഞുകൊണ്ട് ബാംഗ്ലൂർ കണക്ഷൻ ഉള്ളത് ആർക്കാണെന്നൊക്കെ ചിന്തിച്ചപ്പോഴാണ് അവർ ഈ മരുമകളുടെ അനിയത്തിയിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് അവരെ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ഈ മരുമകളും അനിയത്തിയൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ഈ നാരായണദാസ് പറയണം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത്. അയാളാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തുന്ന ഒരു സംഘം തന്നെ ഉണ്ടോ? ഇയാളിനി ഈ രീതിയിൽ ഏതൊക്കെ തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അന്വേഷിക്കണം. കാരണം ഒരു നിരപരാധിയായിട്ടുള്ള പാവം പിടിച്ച സ്ത്രീയെ എങ്ങനെ കൊടുക്കാമെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ക്രൈം ഇയാൾ ചെയ്തിട്ടുണ്ടാവും, ഇയാളുടെ കൂട്ടാളികളെന്ന് പറയുന്ന ഈ പെണ്ണുങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളത് ആലോചിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഹണി ട്രാപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി ചേർന്നാൽ എന്ത് സംഭവിക്കാം? ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാവുമ്പോൾ പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടൊക്കെ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഈ പെൺകുട്ടി പോകുന്നതും വരുന്നതും ഒക്കെ പ്ലെയിനിലാണ്, ഇയാളുടെ സ്പോൺസർഷിപ്പിലാണ് പഠിക്കുന്നത്, പോകുന്നതും വരുന്നതും ഒക്കെ ഇയാളുടെ സ്പോൺസർഷിപ്പിലാണെന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകളാണ് നടത്തിയിട്ടുള്ളത്, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഇവരെ പെടുത്തിയത് എന്നുള്ളതും കൂടിയൊക്കെ അന്വേഷിക്കേണ്ടതാണ്. എന്ത് തന്നെയായാലും അവർക്ക് നീതി ലഭിക്കണം. നീതി എന്ന് പറഞ്ഞാൽ അവരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതല്ല, എന്തിനു വേണ്ടി അവർ ഈ ശിക്ഷ അനുഭവിച്ചു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അവരെ അറസ്റ്റ് ചെയ്ത എക്സൈസ് വകുപ്പിനും പോലീസിനും ഉണ്ട്. കാരണം എക്സൈസ് ആരുടെയോ ഒരു അനോണിമസ് ഫോൺ കോളിൻ്റെ പേരിൽ ഇത് സത്യമാണോ, ഇത് LSD തന്നെയാണോ യഥാർത്ഥത്തിൽ എന്നൊന്നും അന്വേഷിക്കാതെ എടിപിടിന്ന് അവരെ അറസ്റ്റ് ചെയ്യും, ജയിലിൽ അടയ്ക്കുകയും ചെയ്ത് അവരുടെ ഭാഗത്തുനിന്നും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷീല സണ്ണിയുടെ ആവശ്യം ന്യായമാണ്. അവർക്കത് സാധിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം.